മുതിർന്ന കോൺഗ്രസ് നേതാവ് മുരളീധരൻ ശശി തരൂർ പറഞ്ഞത് പന്നികളോട് അതൊക്കെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് കാര്യങ്ങൾക്കിടയിൽ അവർ പരസ്പരം പറയും. ശ്രീ കെ മുരളീധരൻ എന്തെല്ലാം ഉമ്മൻചാണ്ടി തെറി വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം കൂടിയായിരുന്നു. നമ്മളതുപോലെ ഉമ്മൻചാണ്ടി തെറി വിളിക്കാൻ പറ്റുമോ? കെ മുരളീധരൻ വിളിച്ചില്ല. അതിപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം അതുപോലെയൊക്കെ പറയും. ആ സംസ്കാരത്തിലേക്ക് നമുക്ക് തരംതാകാൻ പറ്റില്ല. ഞാൻ ഒറ്റ വരിയിൽ അതെല്ലാം അവസാനിച്ചു. മനുഷ്യരായ ഒരാൾക്കും ഇത് ചെയ്യാനാവില്ല. ഇപ്പോൾ ജി സുധാകരൻ ഇപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടതും ഇങ്ങനെ തന്നെയാണ്. അതാണ് അതിൻ്റെ സ്റ്റാൻഡ്. മനുഷ്യരായ ആർക്കെങ്കിലും ഒരാൾക്കത് പറ്റോ? ഒരാൾക്കും പറ്റില്ല. ഇതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. അത്രയേ ഉള്ളൂ. അത് ശ്രീ സുധാകരനായാലും ശരി, ശ്രീ കെ മുരളീധരനായാലും ശരി, അതാരായാലും ശരി, അത് ശരിയല്ല. അത്രയേ ഉള്ളൂ. അതങ്ങനെ ചെയ്യരുത്. നമ്മൾ പരമാവധി പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇതെല്ലാം കൂട്ടണം, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൂട്ടണം. അങ്ങനെ മാത്രമേ ഏറ്റവും നല്ല ഒരു ആരോഗ്യ പരിപാലനത്തിൻ്റെയും സാമൂഹ്യ സുരക്ഷയുടെയും മോഡലുകൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഗവൺമെൻറ് ചെയ്യുന്നത് ഗവൺമെൻറ് ചെയ്തോട്ടേനെ. ഇങ്ങനെയുള്ള ഒന്നിനെയും നിരുത്സാഹപ്പെടുത്തരുത്. വരൂ, ഇതുപോലെ ചെയ്യൂ. ഞാൻ ഓർമ്മിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ തന്നെയുള്ള ശ്രീ രമേശ് ചെന്നിത്തല കാസർഗോഡ് നടത്തിയൊരു പ്രസംഗമുണ്ട്. അത് പിന്നീട് ലീക്കായി. എന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, നിങ്ങൾ പോയി അതുപോലെ ചെയ്യൂ, എത്ര മാതൃകാപരമായ പ്രവർത്തനമാണ് എന്നല്ലേ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നത്, കൊടിവെക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവർക്കും മാതൃകയാണ്. ഞാനത് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ കോവിഡ് സമയത്താണ് ആക്രി പറക്കാൻ തുടങ്ങിയത്. അന്നാണ് റീസൈക്കിൾ കേരള എന്ന് പറയുന്ന ആക്രി ചലഞ്ച്. ഇതിലൂടെ റെസിപ്റ്റ് ഇല്ലാതെ നമുക്ക് ആളുകളിൽ നിന്ന് ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ പണം കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ആവിഷ്കരിച്ചത് DYFI റീസൈക്കിൾ കേരള മോഡലാണ് ആദ്യമായി. അതിനു മുമ്പ് ഒരു സംഘടനയും അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഇതുപോലെ ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? അതിപ്പോൾ പലരും അത് പിന്നിടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് യൂത്ത് ലീഗ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, പലരും അതിനെ പിൻപറ്റുന്നു. അതൊരു മാതൃകയാണ്. അപ്പോൾ ഇത്തരം മാതൃകകളെ അനുകരിക്കാൻ ശ്രമിക്കാതെ നല്ല മാതൃകകളെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നത് എത്ര വലിയ വൈകൃതമാണ്, മനുഷ്യത്വ വിരുദ്ധാണ്. അതിനെക്കുറിച്ച് അതൊന്നും അല്ലാതെ വേറെ എന്ത് വാക്കാണ് മാന്യമായി ഇവിടെ നിന്ന് പറയാൻ പറ്റുക? എനിക്കറിയില്ല. അതുകൊണ്ട് ഒറ്റ വരി, ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ, ചോറിൽ മണ്ണ് വാരിയിടരുത്. പാവങ്ങളുടെ ചോറിൽ, സാധാരണക്കാരുടെ ചോറിൽ. ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിക്കുന്നു, ഇത് പാവങ്ങൾ മാത്രമല്ല. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ പറഞ്ഞല്ലോ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്ന് നിൽക്കുന്ന മനുഷ്യർ, പൈസ ഇല്ലാത്തവർ മാത്രമല്ല. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, രോഗികൾ മാത്രമല്ല ഈ ഭക്ഷണം വാങ്ങുന്നത്, കൂട്ടിരിപ്പുകാർ കൂടിയാണ്. എത്ര കൂട്ടിരിപ്പുകാരാണെങ്കിലും ഞങ്ങൾ കൊടുക്കും. 3, ആശുപത്രി പരിസരങ്ങളിൽ അതുപറ്റി ജീവിക്കുന്ന കുറേ മനുഷ്യരും വന്ന് ഈ ഭക്ഷണം കഴിക്കാറുണ്ട്. 3, ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, പണമുണ്ടെങ്കിൽ പോലും ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ബൈസ്റ്റാൻഡറിന് വീട്ടിൽ പോയി ഈ പൊതിച്ചോറോ ഒന്നും കൊണ്ടുവരാൻ പറ്റുന്ന വിധം ഇല്ല, അണുകുടുംബമാണ്, അവിടെ വേറൊരാളില്ല. അങ്ങനെയുള്ള മനുഷ്യർ, പൈസയൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, പക്ഷേ അങ്ങനെയുള്ള മനുഷ്യർ ഇത് വാങ്ങുന്നുണ്ട്. അതിന് ആരോഗ്യമന്ത്രിയായിട്ടല്ല, രോഗിയായിട്ടോ മറ്റോ ഒന്ന് ആശുപത്രി പോകണം, സർക്കാർ ആശുപത്രിയിൽ. അപ്പോൾ കെ മുരളീധരന് മനസ്സിലാവും ഞങ്ങളൊക്കെ അങ്ങനെ പോയവരാണ്, അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ കെ മുരളീധരൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കും കേട്ടോ, അപ്പോൾ മനസ്സിലാവും. മുരളീധരൻ നേരിട്ട് ഈ പൊതിച്ചോറ് വിതരണമൊക്കെ ഒന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതിൽ മാറ്റി പറഞ്ഞേക്കാം. ഇല്ല, അതെനിക്ക് അറിയില്ല. രാഷ്ട്രീയം വേണം. ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രശ്നമാണ്, ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഇത് DYFIയോട് അദ്ദേഹം വിരോധം വെച്ചോട്ടെ, അതിന് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കൺവെൻഷൻ ഉണ്ടാകും, രാഷ്ട്രീയമായ കാരണമുണ്ടാകും. DYFI എതിർക്കപ്പെടേണ്ട ഒരു സംഘടനയാണ്. ഈ കൊടിയോട് എനിക്ക് വെറുപ്പുണ്ട്. അതിന് ചോറിൽ മണ്ണുവാരി ഇടരുത്, ഇതേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ഞങ്ങൾ കൊടുക്കുന്ന ചോറിൽ മണ്ണുവാരി ഇടരുത്, രക്തത്തിൽ മണ്ണുവാരി ഇടരുത്. അത് വേണ്ട. അതൊക്കെ എത്ര യുക്തിരഹിതമാണ്. അദ്ദേഹം ഇരിക്കുന്നൊരു കസേരയിൽ അദ്ദേഹം ചെയ്യേണ്ട എന്താ? പരമാവധി മനുഷ്യരെ ഇത്തരമൊരു പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരിക എന്നല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? പരമാവധി മനുഷ്യരെ പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരിക, പരമാവധി സംഘടനകളെ ഇത്തരം പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരിക എന്നല്ലേ? അതല്ലേ ഒരു മന്ത്രി ചെയ്യേണ്ടത്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്. KSUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് മുഖ്യമന്ത്രിയും കൂടെയുള്ള ഒരു പ്രശ്നം താങ്കൾ കണ്ടിട്ടുണ്ടാവും. മുഖ്യമന്ത്രി തീർത്തും അവഗണിക്കുകയാണെന്ന് ഈ പുറമെ നിന്ന് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്താണ് ആവശ്യത്തിലുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ശശികല ടീച്ചറെയും RV ബാബുവും അടങ്ങുന്ന ഹിന്ദു ഐക്യവേദി ആളുകളെ ഡെലിഗേഷനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്.
ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ആ എല്ലാവരുടെയും എന്ന ക്ലാസിഫിക്കേഷനിൽ, നിർവചനത്തിൽ എല്ലാവരിലും എന്തുകൊണ്ടാണ് ശ്രീ അലോഷ്യസ് സേവർ പെടാത്തത്? ആ എല്ലാവരിലും എന്തുകൊണ്ടാണ് PM നിയാസ് പെടാത്തത്? ആ എല്ലാവരിലും എന്തുകൊണ്ടാണ് ആരാധനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി പെടാത്തത്? അതിന് അദ്ദേഹം തന്നെ മറുപടി പറയാം. അതായത് മുഖ്യമന്ത്രിക്ക് ഈഗോ ആയിരിക്കുമോ? ഞാൻ അതിനെ അങ്ങനെ പറയുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള നിലവാരത്തെ അദ്ദേഹം മറന്നാലും നമ്മളെല്ലാവരും കൂടി അങ്ങ് മറക്കാൻ പാടില്ലല്ലോ. ഒരു കാര്യം, അതായത് താങ്കളെ പലതരത്തിൽ പലപ്പോഴും ചെറിയ സമൂഹ മാധ്യമങ്ങൾ ട്രോൾ ചെയ്യാറുണ്ട്. റീസെന്റ് കാണുന്ന ഒരു സാധനം, താങ്കൾ ഈ പ്രായം കഴിഞ്ഞിട്ടും തുടരുകയാണെന്നുള്ളതാണ്. അതിലൊരു കളിയാക്കലുകളെ എന്താണ് കാണുന്നത്? അത് ശരിക്കും അല്ല, അതല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. DYFIയുടെ സമ്മേളനത്തിൽ നടന്ന ചർച്ചയായിട്ടാണ് ഇതിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ DYFIയുടെ സമ്മേളനത്തിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നൊരു പരിശോധന ഞാൻ നടത്തിയിട്ടില്ല. എൻ്റെ പ്രായം അത് തന്നെയാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഡിക്ലെയർഡാണ്. 2011 നിയമസഭയിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ. നിയമസഭയിൽ മത്സരിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായി ഡിക്ലെയർഡാണല്ലോ. അതിൽ മറച്ചു വയ്ക്കാൻ എനിക്ക് മടിയില്ല. DYFIക്ക് എനിക്ക് ഒരേ പ്രായമാണ്. 1980 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതെനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രശ്നം ഈ DYFI എന്ന് പറയുന്ന സംഘടനയിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ DYFI എന്ന് പറയുന്ന സംഘടനയിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ഓൾ ഇന്ത്യ സെൻറ്ററിൽ, ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൽ രണ്ടാമതൊരു ലീഡർഷിപ്പിനെ നമ്മൾ നിർത്തുന്ന പതിവുണ്ടായിരുന്നില്ല. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ സമയത്ത് DYFIയുടെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൽ നിന്ന് ആളുകൾ ഒഴിയുന്ന ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരാൾ ഡൽഹിയിലേക്ക് നേതൃത്വത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ DYFIയുടെ കൽക്കത്ത സമ്മേളനം മുതൽ ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായി പൂർണ്ണമായി ചുമതലയേൽക്കുന്ന സമ്മേളനം, ആ സമ്മേളനം മുതൽ ഇതിൽ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ മാറ്റം വരുത്തി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓൾ ഇന്ത്യ സെൻറ്ററിലേക്ക് ഒരു സെക്കൻഡ് ജനറേഷനെ അയക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ദേ ആർ പ്രിപ്പയറിങ് ഫോർ ദാറ്റ്. അവരെ നമ്മൾ അതിനുവേണ്ടി ലേൺ ചെയ്യിപ്പിക്കും. അവരെ ഈ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വിട്ട് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനാനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതി, അത് കൽക്കത്ത കോൺഫറൻസ് മുതലാണ് ഞങ്ങൾ അവലംബിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനു മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ DYFIയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിച്ച് ആ കേന്ദ്രത്തിലെ പ്രവർത്തനാനുഭവങ്ങളുമായി ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നവരായിരുന്നു ഉണ്ടായിരുന്നതല്ല. ഞാനും അതിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ എന്നെ ഇങ്ങോട്ടേക്ക് DYFI പറഞ്ഞയച്ചു. സ്വാഭാവികമായും ഞാൻ അറിയാലോ DYFIയുടെ അത് ഞാൻ മാത്രമല്ല, അതങ്ങനെയാണ് എൻ്റെ ഒരു രീതി, അങ്ങനെയായിരുന്നു. അതാണ് എൻ്റെ വസ്തുത. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സമ്മേളനമൊക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായും പുതിയൊരു വരും. ഇതാണെൻ്റെ കാര്യം. അപ്പോൾ അതിലിപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനൊരു അഭിപ്രായം എനിക്കറിയില്ല സമ്മേളനത്തിൽ വന്നത്. എന്തായാലും നിങ്ങളത് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ടിനകത്ത് വന്നാണ് ഈ പറയുന്ന ട്രോളുകളുണ്ടാകാൻ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ടെന്ന് സൈക്കിൾ ശുദ്ധാകർപ്പത്തി പറയുന്ന പോലെ ട്രോൾ ഉണ്ടാക്കാൻ ഓരോ കാരണം വേണം. അതുണ്ടായിക്കോട്ടെ, അതൊക്കെ പാർട്ട് ഓഫ് ദി പ്രോസസ്സ് എന്ന് മാത്രമേ. പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. എന്താ ഇല്ലേ വിമർശനം വെച്ചാൽ സമ്മേളനത്തിനകത്ത് എന്തെല്ലാം വിമർശനം ഉണ്ട്. അതിങ്ങനെ പരിശോധിക്കലാണോ? DYFIയുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ജില്ലകളിലും നടക്കുന്ന ചർച്ചകളിൽ എന്ത് പരിശോധിക്കണമെന്ന് പറയുന്ന ഒരു സംസ്കാരം ഞങ്ങളതല്ല. ഇനി നിങ്ങൾ കാണേണ്ട കാര്യവും സമ്മേളനം എന്ന് പറയുന്നത് സമ്മേളനങ്ങൾക്കകത്ത് എന്താ പറയുക, ആത്മവിമർശനവും സ്വയം വിമർശനവും രൂക്ഷമായ മറ്റ് വിമർശനങ്ങളും എല്ലാം ഉണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ഇതുണ്ടായില്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്ഥിരീകരിച്ചു എന്നല്ല നിങ്ങൾ കാണേണ്ടത്. ഇതിനേക്കാൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായെന്നിരിക്കും. അതിനല്ലേ സമ്മേളനം. അതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സത്യമോ അർത്ഥസത്യമോ ഇല്ലെങ്കിൽ കള്ളമോ ഒക്കെ നിങ്ങളെടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വാർത്തകൾ കൊടുക്കുന്നുണ്ടാകും. അതൊന്നും ഞങ്ങൾ വാദിക്കുന്ന കാര്യമല്ല. DYFIക്ക് DYFIയുടേതായ രീതികളുണ്ട്. അത്രയേ ഉള്ളൂ. അതിനങ്ങനെ മാത്രം കണ്ടാൽ മതി.